ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വെളുത്തുള്ളി തലയാണിക്കിടയിൽ വെച്ചാലുള്ള ഗുണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. തലയാണിക്ക് അടിയിൽ വെച്ചാലുള്ള ഗുണങ്ങളൊക്കെ അപ്പോൾ അതെന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ നിസ്സാരക്കാരനല്ല, സത്യം പറഞ്ഞ വലിയ സംഭവമാണ് നമുക്ക് ഇത് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കുറേ ഗുണങ്ങളുണ്ട് അതുകൊണ്ട്. അപ്പോൾ ആദ്യത്തെ ഉപയോഗം എന്ന് പറയുന്നത് വെളുത്തുള്ളി 2-3 അല്ലി എടുത്ത ശേഷം നമ്മൾ ഒന്നും ചെയ്യേണ്ടത് ഇതുപോലെ 3-4 അല്ലി എടുക്കുക. തോലൊന്നും കളയേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്കിത് നേരെ അപ്പോൾ നമ്മൾ കിടക്കാൻ നേരത്തെ വെളുത്തുള്ളി 3-4 അല്ലി എടുത്ത ശേഷം ഒന്നും ചതക്കേണ്ട ആവശ്യമില്ല. ഇതെടുത്ത് നേരെ നമ്മുടെ പില്ലോൻ്റെ അടിയിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ എന്താ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് നമ്മുടെ ഉറക്കക്കുറവ് മാറുന്നതിനും നന്നായിട്ടൊന്ന് ഉറങ്ങാനും ബെസ്റ്റാണ് വെളുത്തുള്ളിയുടെ അല്ലി നമ്മൾ തലയാണിയുടെ അടിയിൽ വെക്കുന്ന ഒരു ഗുണം. നമുക്ക് ഉറക്കമൊന്നുമില്ല, ഉറക്കക്കുറവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്ലീപ്പ് കിട്ടാനായിട്ട് വെളുത്തുള്ളിയുടെ 4-5 അല്ലി എടുത്ത് തോല് കളയാതെ ഇതുപോലെ ഇങ്ങനെ തലയാണിയുടെ അടിയിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഉറക്കം നന്നാവാനായിട്ട് ബെസ്റ്റാണ്. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, ഇപ്പം നമുക്ക് ഒരുപാട് ശ്വാസം മുട്ടലും കാര്യങ്ങളും ഉണ്ട്, അല്ലെങ്കിൽ കോൾഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ വെളുത്തുള്ളി തോലോടുകൂടി ഇട്ട് ചതച്ച ശേഷം നമ്മൾ ഇപ്പുറത്ത് ഒരു മാസ്കിലോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പേപ്പറിലോ ഇതുപോലെ ഇങ്ങനെ തുറന്ന് സൈഡിൽ വിൽക്കുകയാണെങ്കിൽ നമുക്ക് ശ്വാസം മുട്ടൽ പോലെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു കോൾഡൊക്കെ ഉണ്ടെങ്കിൽ ഒരു ആശ്വാസം കിട്ടും. അതുമാത്രമല്ല നമ്മുടെ റൂമിൽ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അതൊക്കെ പോയി നല്ലൊരു പോസിറ്റീവ് എനർജി വരാനും നല്ലതാണ്. പിന്നെ അതുമാത്രമല്ല ഈ വെളുത്തുള്ളിയുടെ അല്ലി നമ്മൾ വെറും വയറ്റിലോ അല്ലെങ്കിൽ രാത്രി കിടക്കാൻ നേരത്തോ പാലിലൊക്കെ കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ട്രബിൾ പോലുള്ള പ്രശ്നങ്ങൾ ഒരു അല്ലി വെളുത്തുള്ളി ചതച്ചിട്ട് ഒരു അല്ലിയെ പാടുള്ളൂ കേട്ടോ. അത് ചെറിയൊരു അല്ലി എടുക്കുക, ചതയ്ക്കുക, അല്ലാണ്ട് 5-6 അല്ലിയൊന്നും കഴിക്കരുത്. കുഞ്ഞല്ലി വെളുത്തുള്ളി എടുത്തിട്ട് അതൊന്ന് ചതച്ച ശേഷം തോല് കളഞ്ഞ് ചതച്ച ശേഷം പാലിലോ അല്ലെങ്കിൽ ഒരു 1/4 ഗ്ലാസ് പാലിലോ അല്ലെങ്കിൽ തേനിലോ ഒക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ മാറുന്നതിന്, കൊളസ്ട്രോളൊക്കെ ഉണ്ടെങ്കിൽ കുറയാനും ബെസ്റ്റാണ് കേട്ടോ. സംഭവം അസിഡിറ്റി ഉണ്ടെങ്കിൽ മാറുന്നതിന് വെളുത്തുള്ളി നല്ല ഒരു ഇതാണ്. പിന്നെ റൂമിൽ നമുക്ക് നെഗറ്റീവ് എനർജി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പോസിറ്റീവ് എനർജി വരാനൊക്കെ നമ്മൾ വെളുത്തുള്ളിയുടെ അല്ലി ചതച്ചിട്ട് ഒരു മാസ്കിലാക്കിയിട്ട് സൈഡ് വെക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് എനർജി ഒക്കെ പോകാൻ ബെസ്റ്റാണ്. പിന്നെ റൂമിൽ നമുക്ക് കിടക്കാൻ നേരത്തെ റൂമിൽ ഭയങ്കര ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ വലിച്ചെടുക്കാനും ഉള്ള കഴിവ് വെളുത്തുള്ളിക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഗുണങ്ങൾ നമുക്ക് വെളുത്തുള്ളിക്ക് ധാരാളം ഉണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമൊക്കെ തന്നെ ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ പിന്നെ കൊതുക് ശല്യം മാറാൻ ബെസ്റ്റാണ്. വെളുത്തുള്ളിയുടെ അല്ലി ചതച്ച് ജനലിൻ്റെ സൈഡ് നമ്മൾ വെക്കണമെങ്കിൽ ഡെയിലി ചെയ്യണം കേട്ടോ. അല്ലാതെ ഇന്ന് വെച്ചിട്ട് 10 ദിവസമൊന്നുമില്ല, കിടക്കാൻ നേരത്തെ ചെയ്യണമെങ്കിൽ കൊതുക് ശല്യമൊക്കെ ഒന്ന് 5-6 വെളുത്തുള്ളി അല്ലി വേണം. അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ കിടക്കുന്ന ജനലിൻ്റെയൊക്കെ സൈഡിൽ അല്ലെങ്കിൽ ബെഡിൻ്റെ സൈഡിലൊക്കെ നമ്മൾ വെക്കുകയാണെങ്കിൽ കൊതുക് ശല്യം കുറയ്ക്കാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ചെയ്ത് നോക്കൂ കേട്ടോ.